ഈ സർക്കാരിനെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കോടതിയിൽ ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത്. നമുക്കറിയാം എത്ര ആരോപണങ്ങളാണ്, നിരന്തരമായ ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരായിട്ട് ഉയരുന്നത്. ഓരോ ദിവസവും ഇതൊരു ഗവൺമെന്റ് ആണോ മാഫിയ സംഘമാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് മാഫിയ തലവന്മാരുടെ സങ്കേതമായി മാറിയിരിക്കുന്നു. ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണം സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു. അതിൽ ഈ സിവിൽ സർവീസിലെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്ന് തെളിയിക്കപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ പിന്തുണയോടുകൂടി, അവരുടെ സഹായത്തോടുകൂടി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ BJPയുമായും കേന്ദ്ര സർക്കാരുമായും അവിഹിതമായ ബാന്ധവമുണ്ടാക്കി. അതിന്റെ ബലത്തിൽ രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ്. മാഫിയ സംഘങ്ങൾ വളരുകയാണ്. എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ? ആരാണ് ആരോപണം ഉന്നയിച്ചത്? ഭരണകക്ഷിയിലെ MLA. പ്രതിപക്ഷം 2 വർഷം മുമ്പ് പറഞ്ഞു മുഖ്യമന്ത്രി ഈ കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് എന്ന്. ഇന്ന് ഭരണകക്ഷിയിലെ MLA പറയുന്നു ആ ഉപജാപക സംഘം ചെയ്ത തെറ്റുകൾ ഓരോന്നായി പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഭരണകക്ഷിയിലെ MLA തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. EMS നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഭരണകക്ഷി MLA ഗവൺമെന്റിന് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ അധികാരത്തിലിരിക്കുന്നവർ മറുപടി പറഞ്ഞിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട്. ഇവിടെ മിണ്ടാട്ടമില്ലാതെ മുഖ്യമന്ത്രി നിൽക്കുന്നു. എന്താരോപണം? വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം. മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ DGP, ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢകേന്ദ്രത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് 3/4 ഭാഗം സ്വർണം അടിച്ചു മാറ്റി 1/4 ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ അറിവോടെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. 2 കൊലപാതകങ്ങൾ. അതിൽ കോഴിക്കോട് മാമിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞു. സർക്കാർ വിറച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ സർക്കാരിന്, CPMന്, അധികാരികൾക്ക്, ഈ മാഫിയ സംഘത്തിന് ആ കൊലപാതകത്തിൽ ഉത്തരവാദിത്തമില്ല എങ്കിൽ എന്തുകൊണ്ട് CBI അന്വേഷിച്ചോട്ടെ എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നില്ല? അപ്പൊ ആരോപണങ്ങൾക്ക് ചില വാസ്തവങ്ങളുണ്ട്. സ്വർണം കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്നവന്റെ സ്വർണം അടിച്ചു മാറ്റുന്ന പുതിയ വാക്കാണ് സ്വർണം പൊട്ടിക്കൽ. അതുവരെ ചെയ്യുന്ന ആളുകളാണ് ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ, ഈ നോർത്ത് ബ്ലോക്കിൽ, ഈ മെയിൻ ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നത്. സ്വർണം പൊട്ടിച്ചു മാറ്റുന്നവർ, മാഫിയ സംഘങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന ആളുകൾ, അഴിമതി, കോഴ, SP ഓഫീസിലെ മരം വരെ വെട്ടിമാറ്റുക. എന്നിട്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇവരെ കുറച്ചു നാൾ കൂടി ഇരുന്നാൽ ഈ സെക്രട്ടേറിയറ്റിന് വീല് വെച്ച് വീട്ടിൽ കൊണ്ടുപോകും. അതിനും മടിക്കാത്തവരാണ്. എവിടെയെല്ലാം കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കോടികൾ ഉണ്ടാക്കിയാണ്, കോടികൾ. എല്ലാത്തിനും അഴിമതിയാണ്. ഒരു ഓൺലൈൻ കാരൻ എന്താണ് പോലീസിന്റെ വയർലെസ് സന്ദേശം പിടിച്ചു, അവന്റെ കയ്യിൽ നിന്ന് 2 കോടി മേടിച്ചു എന്ന് ഞാനല്ല പറഞ്ഞതാരാ പറഞ്ഞത്? ഭരണകക്ഷി MLA.
എന്നിട്ട് പോലീസ് പാവ ഇതുപോലത്തെ നിൽക്കുന്ന പോലീസുകാർ അവനെ അന്വേഷിച്ച് പോവാണ് പൂനെയിൽ. അപ്പൊ ആരാ ഒറ്റി കൊടുക്കുന്നത്? എടാ പോലീസ് വന്നിട്ട് മാറിക്കോളാൻ പറയുന്നത് ആരാ? അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. അവൻ രക്ഷപ്പെട്ട് ഡൽഹിയിലെത്തി. അപ്പൊ ഈ പാവം പോലീസുകാരൻ അവൻ ഡൽഹിയിലുണ്ട് എന്ന് കണ്ടുപിടിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ വിളിച്ചു പറഞ്ഞു, കേരള പോലീസ് ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, നീ മാറിക്കോ. ആരാ പറഞ്ഞത്? അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ. ബെസ്റ്റ് ഒറ്റാണ്. ഇതിനേക്കാൾ നല്ല ഒറ്റുകാരെ കിട്ടില്ല. അവരെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്.